ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്ത്രിയിൽ. ഇതൊക്കെ അമ്മൂമ്മമാർക്ക് ഇടുന്ന പേരിലേ ചോദിക്കും. അപ്പൊ അച്ഛൻ പറയും വലുതാവുമ്പോ നീ ഒരു അമ്മൂമ്മയാകുമല്ലോ, ഈ ഗായികയാവണം ഡോക്ടറും ആണ്. അതാണ് ഞാനാണ് പറഞ്ഞറിയിപ്പിച്ചത്. എന്തായാലും എന്റെ ഇന്റർവ്യൂ എല്ലാം കാണണം, പാട്ടും കേൾക്കണമെന്ന് പറഞ്ഞു. കുറച്ചുപേരൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല അടിപ്പനായിട്ട് പാടി എന്നൊക്കെയാണ് പറഞ്ഞത്. ചേട്ടന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയുന്നത് ഇപ്പൊ? എല്ലാരും നല്ല സപ്പോർട്ടാണ് പറഞ്ഞത്. എല്ലാരും വിളിക്കൊക്കെ പറയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ എൻ്റെ ഒരു അമിത് എന്ന് പറയുന്ന കൂട്ടുകാരനുണ്ടായിരുന്നു. അവന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഞങ്ങൾക്ക് കണ്ടപ്പോ. പാടില്ലേ? അപ്പൊ നമുക്ക് വെറൈറ്റി ആയിട്ട് ചേട്ടന്റെ ഒരു പാട്ട് കേട്ട് തുടങ്ങാം അല്ലേ? വരാഹ നദിക്കര ഓരോ ഒരേ ഒരു പാർവയെ പാത്ത് പുറാവേ നില്ലെന്ന് சொன்ன കനവായി ഓടി മറഞ്ച്. വരാഹ നദിക്കര ഓരോ ഒരേ ഒരു പാർവയെ പാത്ത് പുറാവേ നില്ലെന്ന് சொன்ன കനവായി ഓടി മറഞ്ച്. കുഞ്ഞാറ്റയ്ക്ക് വിജയലക്ഷ്മി ചേച്ചിയെ കാണാൻ പോകുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ ആ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെയായിരുന്നു? അയ്യോ, അങ്ങനെയൊക്കെ ചോദിച്ചാ എന്താ, ശരിക്കും ഷോക്കായി പോയി ഞാൻ. എന്താണ് കാണാൻ പോവാന്ന് പറയുമ്പോ വിജയലക്ഷ്മി ചേച്ചി എന്നെ വിളിച്ചെന്നൊക്കെ പറയുമ്പോ എന്നെ ഒരു ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നേ, എന്നിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷം. അവളെ വിശ്വസിക്കല്ലേ, വെറുതെ പറയാന്ന് പറഞ്ഞു. നല്ല മോളെ ശരിയായിട്ടും വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മളിപ്പോ അവിടെ ചെന്നപ്പോഴാണെങ്കിലും ആ ഫാമിലി അല്ലെ അത്രയും ഉന്നതി നിൽക്കണ അവര് പോലും നമ്മൾ എത്ര എളിമയായിട്ടാണല്ലേ പെരുമാറുന്നതും. അവരുടെ ഫാമിലി മൊത്തം അത്ര നമ്മളൊക്കെ ഒരു പരിചയം പോലും ഇല്ല, പക്ഷെ എന്നാലും വളരെ ഒരു ഇപ്പൊ റിയാലിറ്റി ഷോസിന്റെ കാലഘട്ടമാണല്ലോ. ഇൻ കേസ് കുഞ്ഞാറ്റയ്ക്ക് ഒരു റിയാലിറ്റി ഷോസിലോട്ട് എൻട്രി കിട്ടുകയാണെങ്കിൽ എങ്ങനെയാണ്? മത്സരിപ്പിക്കാൻ താല്പര്യമുണ്ടോ? അങ്ങനെ അപ്ലൈ ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടോ? ഉണ്ട് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, എന്താണെങ്കിലും അതിലൂടെ അറിവുകളാണല്ലോ കിട്ടുന്നത്. ഇപ്പൊ ഇത്രയും നാളെ നഷ്ടപ്പെട്ടു പോയ അറിവുകളൊക്കെ കുറച്ചെങ്കിലും അതിലൂടെയൊക്കെ കിട്ടുമെങ്കിൽ അതൊക്കെ നല്ലതാണ്. പിന്നെ പാട്ടൊക്കെ കുറെയൊക്കെ പഠിക്കാനും ഒക്കെ കുറച്ചുകൂടെ കിട്ടും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. സന്തോഷമായിരിക്കും അങ്ങനെ കിട്ടിയ. അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടാലോ? ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്ത്രിയിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു ഞാൻ ഈ നമ്മളിൽ എൻ മൗനമോ ഭൂപാളമോ. പാട്ട് പാടായിരിക്കണം നല്ലത്. അല്ല, ഇനിയിപ്പോ അച്ഛനും അമ്മയൊക്കെ പാടിയില്ലെങ്കിൽ പാടാം, പാടി പഠിക്കാം. ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു കൂട്ടുകാരുടെയൊക്കെ? സ്കൂളിൽ പോയോ? പാട്ട് വൈറലായതിനു ശേഷം സ്കൂളിൽ പോയായിരുന്നു? പാട്ട് വൈറലായതിനു ശേഷം പോയായിരുന്നു, പക്ഷെ ആരും അറിഞ്ഞില്ല. ഞാനാണ് പറഞ്ഞറിയിപ്പിച്ചത്. എന്തായാലും എന്റെ ഇന്റർവ്യൂ എല്ലാം കാണണം, പാട്ടും കേൾക്കണമെന്ന് പറഞ്ഞു. കുറച്ചുപേരൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല അടിപ്പനായിട്ട് പാടി എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അവര് കണ്ടു കഴിഞ്ഞ് എല്ലാവരും ഗ്രൂപ്പിലും എല്ലാത്തിലും ഇട്ടപ്പോ ഞാൻ പിന്നെ പോയിട്ടില്ല സ്കൂളില്. പിന്നെ പോയിട്ടില്ല. ഇനി അടുത്ത ദിവസം വേണം ഒന്ന് സ്റ്റാർ ആയിട്ട് പോവാനല്ലേ? കുഞ്ഞാറ്റ എപ്പോഴും കേൾക്കുന്ന പാട്ടുകൾ ആരുടെയൊക്കെ ആയിരിക്കും പൊതുവെ കേൾക്കുന്നത്? പൊതുവെ അങ്ങനെയൊന്നുമില്ല, എല്ലാവരുടെയും പാട്ട് കേൾക്കും. ഇഷ്ടമുള്ള പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരി ആരാ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എല്ലാവരും ഇഷ്ടവും. നമുക്ക് അന്ന് ഒരു കാര്യം ചെയ്യാം, ആ വൈറലായ പാട്ടൊന്ന് കേൾക്കാം. കുഞ്ഞിളം ഭാവേ കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. ഞാൻ പാട്ടല്ലാതെ വേറെ എന്തൊക്കെ കഴിവുകളാണ് ഉള്ളത്? ഡാൻസ് ഒക്കെ കളിക്കുമോ? ഡാൻസ് ഉണ്ട്, വായിക്കും, പുസ്തകങ്ങൾ വായിക്കും, ഇഷ്ടമാണ്. ഇതൊക്കെയാണ് മെയിൻ പരിപാടി. ഇതൊക്കെ ഉണ്ട്. അത് നമ്മൾ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കണം. ഓരോ ബുക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ഇൻട്രസ്റ്റ് ആണ് വായിക്കാൻ. ചെറുപ്പത്തിൽ തന്നെ നന്നായിട്ട് എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചായിരുന്നു. അഭിനയിക്കാൻ ഇഷ്ടമാണോ? അതുണ്ട്, ഇഷ്ടമാണ്. വീഡിയോസ് ഒക്കെ നേരത്തെ പണ്ടൊക്കെ എടുത്തിടും. റീൽസ് ഒക്കെ ചെയ്യുമായിരുന്നു അല്ലേ? ഞാൻ റീൽസ് ഒന്നും ചെയ്തിട്ടില്ല. ആര് പറഞ്ഞു? എന്തോരം റീൽസ് ആണെന്നറിയാമോ ചെയ്തേക്ക? ഞാൻ ആര് പറയുന്നു വിശ്വസിക്കണം. പണ്ട് ഞാൻ മറ്റേ മോജില്ലേ,
അതില് മോജോ ഞങ്ങൾക്കൊന്നും മോജോയിലൊന്നും അക്കൗണ്ട് ഇല്ല കേട്ടോ. കുഞ്ഞാറ്റക്കൊക്കെ ഉണ്ട്. അക്കൗണ്ടല്ല, എന്ത്? മറ്റേ സംഭവമില്ലേ മോജില് തന്നെ റീല് വരും, അതിന്ന് നമ്മൾ എടുത്തിട്ട് വെറുതെ പല്ലൊന്നും വന്നിട്ടില്ല അതിന് മുന്നേക്കെ പണ്ടെന്ന് പറയുമ്പോ എത്ര വയസ്സുണ്ട് ഇപ്പൊ? 10 വയസ്സ്. പണ്ടെന്ന് പറയുമ്പോൾ ഞാൻ രണ്ടിലെങ്ങാണ്ട് പഠിക്കുമ്പോഴാണ് വെറുതെ മോജിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ചിടും, അത്രേ ഉള്ളു. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊച്ചു ചെയ്യുള്ളൂ. പക്ഷെ പണ്ട് എനിക്ക് ഫിൽറ്ററിനോട് ഭയങ്കര താല്പര്യം. ഇപ്പൊ ഉണ്ടോ? നല്ല ഇപ്പൊ ഫിൽറ്റർ ഉണ്ട്, പക്ഷെ അങ്ങനത്തെ അല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള. പണ്ട് അങ്ങനെയല്ല, പണ്ടെന്ന് പറഞ്ഞാൽ വെളുപ്പിച്ചെടുക്കണം. വെളുത്തിട്ട് പാർന്നായിരുന്നു. അതെ, എനിക്കത് മനസ്സിലായില്ല, ഇപ്പഴാ മനസ്സിലായി. കുഞ്ഞാറ്റ എന്നുള്ള പേര് ഞാൻ വിചാരിച്ച എല്ലാവരും കുഞ്ഞാറ്റ എന്നാ പറയുന്നത്. ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് ഒരു വലിയ പേരിന്റെ ഉടമസ്ഥയാണെന്ന് അറിയുന്നത്. എന്താ പേര്? സുഭദ്ര. ഫുൾ നെയിം പറ. സുഭദ്ര ഉണ്ണി. ഉണ്ണി, അതെ. നേരത്തെ സുഭദ്ര ദേവി എന്നായിരുന്നു. അത് ഇപ്പോഴും അത് തന്നെയാണ്, പക്ഷെ സ്കൂളിലാണ് ഉണ്ണിന്ന് ചേർത്തത്. സുഭദ്ര ഉണ്ണി. അത് പറഞ്ഞേ കുഞ്ഞാറ്റെന്ന് വിളിച്ചപ്പം ഇവിടെ വന്ന് ഞാൻ ആ പേര് കേട്ടിട്ടേ ഇല്ല. നമ്മളിപ്പോ രണ്ടു മൂന്ന് ദിവസമായാലും കാണുന്നു. ഈ സമയത്തൊന്നും സുഭദ്ര എന്നുള്ള പേര് ഞാൻ കേട്ടില്ല. ഇന്ന് വിജയലക്ഷ്മി ചേച്ചിയുടെ അടുത്ത് ചെല്ലുമ്പോഴാണ് ആളുടെ പേര് സുഭദ്ര എന്നാണ് എന്നറിയുന്നത്. വലിയ പേരായിട്ട് തോന്നിയോ? ഇല്ല. ആരാ ഈ പേര്? സുഭദ്ര. ഞാനാണ് ഇവിടെ ശശി ആയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വലിയ വലിയ കാര്യങ്ങളാണ്. എനിക്കിത് വലിയ പേരായിട്ട്. എന്റെ പേര് സിമ്പിൾ അല്ലേ, 2 പേര് സീമി, അത്രേ ഉള്ളൂ. ഞാൻ സുഭദ്ര എന്ന് പറഞ്ഞപ്പോ വലിയ പേരായിട്ടാണ് കണ്ടത്. ഓ, ഇംഗ്ലീഷ് ലെറ്ററില് 8 എണ്ണം ഉണ്ടല്ലോ. അപ്പൊ ചോദിച്ചിട്ടുണ്ടോ ഇത് വലിയ ആളുകളുടെ പേരാണല്ലോ എന്ന് ചോദിച്ചായിരുന്നോ? അപ്പൊ അച്ഛനെന്താ? ഞാനിങ്ങനെ ചോദിച്ചാ ഇതൊക്കെ അമ്മൂമ്മമാർക്ക് ഇടുന്ന പേരെല്ലാം ചോദിക്കും. അപ്പൊ അച്ഛൻ പറയും വലുതാവുമ്പോ നീ ഒരു അമ്മൂമ്മയാകുമല്ലോ. അപ്പൊ അതിന് വേണ്ടിട്ട് ഇപ്പഴാ അച്ഛൻ പേര് ഇട്ടു അല്ലേ? മാറ്റണമെന്ന് തോന്നുന്നുണ്ടോ പേര്? ഏത് പേരാ ഇഷ്ടം? കുഞ്ഞാറ്റയാണോ സുഭദ്രയാണോ ഇഷ്ടം? കുഞ്ഞാറ്റ ഇഷ്ടം. കുഞ്ഞാറ്റേന്ന് ചേട്ടനായിട്ട. ചേട്ടനാണ് ഇഷ്ടം. ടീച്ചേഴ്സ് ആരെങ്കിലും വിളിച്ചോ വീഡിയോസ് ഒക്കെ കണ്ടിട്ട്? വിളിച്ചില്ല, ചെന്നപ്പോ പറഞ്ഞു അടുത്തായിട്ട് പാടി. ക്ലാസ് ടീച്ചർ അറിഞ്ഞില്ലായിരുന്നു എന്നെ. 4 പഠിപ്പിച്ച റിയ എന്ന് പറഞ്ഞൊരു മാഡം ഉണ്ട്. ടീച്ചർ അറിഞ്ഞ് എന്താണ് അടുപ്പനായിട്ട് പാടിയെന്നൊക്കെ പറഞ്ഞു. ഇനി എന്താ ആഗ്രഹം? വലിയ പാട്ടുകാരി ആവുന്നതൊക്കെ ഇനി കൂടുതൽ എന്താണ് ആഗ്രഹം ഉള്ളത്? അതിൽ കൂടുതലൊന്നും ഇല്ലായിരിക്കാം, പക്ഷെ എന്നാലും ഈ ഗായികയാവണം ഡോക്ടറും ആണ്. അതാണ് ഗായികയാവണം ഡോക്ടറാണ് കേട്ടോ. ഗായികയാണോ ഡോക്ടറാണ്? അച്ഛനോടും അമ്മയോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ ഇതാണ് ആഗ്രഹം? ഡോക്ടർ ആവണമെന്നാ ഞാൻ ആദ്യമേ പറഞ്ഞേച്ചാ. എന്ത് ഡോക്ടറാ? വലിയ ആളുകളെ നോക്കുന്നതാണോ കൊച്ചുകുട്ടികളെ നോക്കുന്ന? നേരത്തെ കൊച്ചുകുട്ടികളായിരുന്നു, ഇപ്പൊ വലിയ ആൾക്കാരായി. വലിയ ആൾക്കാരെ നോക്കണം. അപ്പൊ എല്ലാരെയും നോക്കുന്ന നല്ലൊരു ഡോക്ടർ ആവണം. അപ്പൊ അച്ഛനും അമ്മയും കേട്ടിട്ടോ ഗായികയാണ് ഡോക്ടറാണ്. അമ്മയ്ക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പഠിത്തം വേറെ റൂട്ടിലേക്ക് മാറുമെന്ന്. അമ്മയ്ക്ക് ടെൻഷൻ മാറിയില്ലേ? കുട്ടിക്ക് നല്ല ലക്ഷ്യമുണ്ട്.